ഗുഡ് മോർണിംഗ് കേരളം. അപ്പോൾ കേരളത്തിൽ എന്നല്ല ലോകമെമ്പാടുമുള്ള മലയാളികളെ 1 മണിക്കൂർ മുൻപേ എഴുന്നേൽക്കീൻ, നടക്കിൻ, നല്ല ഭക്ഷണം കഴിക്കീൻ, ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കീൻ, വെള്ളം കുടിക്കീൻ, എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തി 24 വാർത്താ ചാനൽ ആരംഭിച്ച മോർണിംഗ് വാക്ക് അഥവാ പ്രഭാത നടത്തം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും എഴുന്നേറ്റ് കാണുമല്ലോ അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കലൂർ, കൊച്ചിയിലെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ പരിസര പ്രദേശങ്ങളിലാണ്. നമുക്കറിയാം ഈ സ്റ്റേഡിയത്തെ പറ്റി പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്കറിയാം. ആ സ്റ്റേഡിയം മലയാളിയുടെ കായിക സ്വപ്നങ്ങൾക്കൊക്കെ വലിയ കുതിപ്പ് നൽകിയ, വലിയ മൈലേജ് നൽകിയ, സാക്ഷാൽ സച്ചിൻ വന്ന, ഒരുപക്ഷെ ലിയോണൽ മെസ്സി വരാനിരിക്കുന്ന ഒരു സ്റ്റേഡിയം ഒക്കെയാണ്. അപ്പോൾ ആ സ്റ്റേഡിയത്തിന് ചുറ്റും എന്നാലും കൊച്ചിയിലെ പ്രഭാത നടത്തക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാവൻ അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട വഴികളൊന്നാണിത്. അതെ അതെ, ഒരുപാട് പേരെ കാണാം. ഓടുന്നവരും നടക്കുന്നവരും പതുക്കെ നടക്കുന്നവരുമായിട്ടൊക്കെയുള്ള ആൾക്കാരെ കാണും. പക്ഷെ നമുക്ക് രാവിലെ തന്നെ പ്രേക്ഷകരോട് ഒരു വാർത്ത പറയാനുണ്ട്. അതായത് നമ്മുടെ ഗൗതം അദാനി നമ്മുടെ പത്രമാണ് പോയത്. അപ്പോ ഗൗതം അദാനി ട്രാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ന്യൂയോർക്കില് ഗൗതം അദാനിക്കെതിരെ ഒരു കുറ്റപത്രം ഫയൽ ചെയ്തിരിക്കുകയാണ്. 2020 മുതൽ 2024 വരെ ഗൗതം അദാനിയും ബന്ധുക്കളും ചേർന്ന് ഓഹരി തട്ടിപ്പടക്കം നടത്തി കൈക്കൂലി കൊടുത്തു സോളാർ എനർജി ഒരു പ്രോജക്റ്റിന് വേണ്ടി. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എനിക്ക് നമ്മൾ ആദ്യം പറയുന്നത് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപാട് പേരോട് നടക്കാൻ വരുന്നുണ്ട്. ചിലർ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ വളരെ പതിയെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയണം കുറച്ചുകൂടെ സ്പീഡ് നടക്കാൻ എന്തായാലും പറയാം. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് നോക്കാം. ഇന്നലെ പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ 3 പേരും പറയുന്നുണ്ട് ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും നടക്കത്തില്ല, ഒരാൾ ജയിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ആലോചനകൾ, അതിൻ്റെ കൂടിക്കാഴ്ചകളൊക്കെ ഇന്നൊക്കെ നടക്കാൻ പോകുന്നു. അതടക്കം ഒരുപാട് വാർത്തകൾ വരുന്ന ദിവസമാണ്. നമുക്ക് നോക്കാം ഈ ദിവസം ഡെവലപ്പ് ചെയ്യാനിടയുള്ള പ്രധാന വാർത്തകൾ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് സംഭവിക്കാനിരിക്കുന്ന പ്രധാന വാർത്തകൾ തലക്കെട്ടുകളാണ്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പാലക്കാട് അടക്കമുള്ള ഒരുപാട് ഡെവലപ്മെന്റുകൾ വരുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ ഇവിടുത്തെ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ നല്ല ഇഡലി പുഴുങ്ങുന്ന മണമില്ലേ? നല്ല ഇഡലി സാമ്പാർ. അങ്ങോട്ട് നോക്കിയപ്പോഴത്തെ ഐഡലി കഫേ എന്ന് പറഞ്ഞൊരു കട ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങി വരുമ്പോൾ നമുക്ക് നല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളക്കകത്തേ അതെ, ഇഡലിപ്പാത്രം തുറക്കുമുണ്ടാകുന്ന ഒരു ഇഡലിയുടെ ഒരു ഹൃദ്യമായ മണമുണ്ടല്ലോ. ഇഡലിയുടെയും സാമ്പാറിന്റെ ഒരു ഹൃദ്യമായ മണം. ആ മണം ഇവിടെ വളരെ മനോഹരമായി, അല്ല ഇഡലിപ്പാത്രം തുറക്കുമ്പോൾ ഇഡലിയുടെ മണവും സാമ്പാറിന്റെ മണവും. അപ്പോൾ ഇഡലിയും സാമ്പാറിന്റെ മണവും രാവിലെ ഇവിടെ നല്ല അതിരൂക്ഷമായി, വളരെ മനോഹരമായി, ഹൃദ്യമായി, ഇഡലി ഇഷ്ടമുള്ളവർക്കൊക്കെ കൂടി അകത്തോട്ട് കയറുന്ന രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അയ്യോ, രാവിലെ കൊതിയായി. അപ്പോൾ നമുക്ക് കളമശ്ശേരിയിലേക്ക് ഒന്ന് പോകണം. അത്ര സന്തോഷകരമായ വാർത്തയല്ല. കൊച്ചി കളമശ്ശേരിയിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയിട്ടുണ്ട്. BPCL എമർജൻസി റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി വാതക ചോർച്ച പരിഹരിച്ചിട്ടുണ്ട്. അതിന്റെ റെഗുലേറ്റർ ഭാഗത്താണ് ചോർച്ച കണ്ടെത്തിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അടിയന്തര സാഹചര്യമില്ല എന്ന് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് CI MP സാഗർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ഇപ്പൊ നമ്മൾ ശ്രമിക്കുന്നത് വെച്ചാൽ ഈ ടാങ്കർ വലിച്ച് ഇതിന്റെ ഒരു സീറോ സ്പേസ് ഉണ്ട്, ആ സ്പേസിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഗ്യാസ് മാറ്റുന്നത് ഇതിലും വലിയ റിസ്ക് ആണ്. കാരണം അതും ഇപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരും. ഇത്ര റോഡ് ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരും. അതൊരു tedious പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ടൊരു 3 മണിക്കൂർ 4 മണിക്കൂർ അതിൽ ഗ്യാസ് മാറ്റാനായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരെ ആക്കിയിട്ട് വേറെ ക്യാബിൻ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഇത് നന്നാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്താണോ അത് നമ്മൾ നോക്കും. ഈസിയസ്റ്റ് ആൻഡ് സേഫ്റ്റി വേ. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. നിതിൻ ആ ടാങ്കർ ലോറി കിടക്കുന്ന സ്ഥലത്തുണ്ട്. ഹാഷ്മി, നമ്മളും കണ്ടിരുന്നു ആ ടാങ്കർ ലോറി എവിടെ കിടക്കുന്നത് വരുന്ന വഴി. അപ്പോൾ അവിടുത്തെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ്? ഒരു അപകട സാധ്യതയ്ക്കൊന്നും ഇനി ഒരു ചാൻസ് ഇല്ലല്ലോ? ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ആശങ്കയ്ക്ക് ഇനിയൊരു അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി 11 മണിക്ക് ഈ ടാങ്കർ മറിഞ്ഞ സ്ഥലത്താണ്. ഇരുമ്പനത്ത് നിന്നും ഇത് ഗുജറാത്തിലേക്ക് പോകും വഴിയായിരുന്നു കളമശ്ശേരിയിലെ HMT ജംഗ്ഷനിൽ വെച്ച്, TVS ജംഗ്ഷനിൽ വെച്ച് ഇങ്ങനെ ഈ ഒരു വാഹനം ടാങ്കർ ലോറി മറിഞ്ഞത്.
ടാങ്കർ ലോറി മറിഞ്ഞ ശേഷം പിന്നീട് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം എത്തി ടാങ്കർ ഉയർത്താനുള്ള ശ്രമം ഏതാനും മണിക്കൂറുകളായി തുടരുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ടാങ്കർ ഉയർത്തുന്നതിനിടയിൽ ലീക്കേജ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ആ ചോർച്ച പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ടാങ്കർ ഉയർത്തിയിരിക്കുകയാണ്. തൃശൂരിൽ നിന്ന് ഒരു ക്യാബിൻ വന്നതിന് ശേഷം ഈ ടാങ്കർ ഇവിടെ നിന്ന് BPCL കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാകും ഈ വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുക. അതിനുശേഷമാകും യാത്ര പിന്നീട് ഇത് ഗുജറാത്തിലേക്ക് തുടരുക. നിലവിലിപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, എല്ലാം പരിഹരിച്ചു എന്നാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ BPCL അധികൃതരും വ്യക്തമാക്കിയത്. എന്തായാലും അല്പസമയം മുമ്പ് തന്നെ കുറച്ചൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ വാതക ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ വലിയ ആശങ്കയിലേക്ക് പോകുമോ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ്. പ്രൊപ്പലൈൻ ഗ്യാസാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും LPG പോലെ തന്നെ അപകടകരമായ ഒരു വാതകമാണ്. പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആശങ്കയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അത് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായി ഇപ്പോൾ ആ ചോർച്ച അടച്ചിരിക്കുകയാണ്. ഏതാണ്ടൊരു 9:30 മണിയോടുകൂടി തന്നെ തൃശൂരിൽ നിന്നുള്ള ക്യാബിനെത്തി അതിനുശേഷം ഈ ടാങ്കർ ഇവിടെ നിന്ന് BPCL ആസ്ഥാനത്തേക്ക് മാറ്റും. അവിടെ നിന്നാകും മറ്റൊരു ടാങ്കറിലേക്ക് വാതകം മാറ്റി പിന്നീട് യാത്ര തുടരുക. എന്തായാലും ഇവിടെ വെച്ച് തന്നെ മറ്റൊരു ടാങ്കറിലേക്ക് വാതകം മാറ്റുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ടാണ് അല്പം സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റി പിന്നീട് ഈ ഒരു ടാങ്കർ വാതകം മറ്റു ടാങ്കറിലേക്ക് മാറ്റി യാത്ര തുടരുക. ഇതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കാര്യമായ പരിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ഈ ഗതാഗത ക്രമീകരണം അത് ഇപ്പോൾ പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. ഇതുവഴി ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിടുകയാണ്. ഗതാഗത നിയന്ത്രണമെല്ലാം തന്നെ ഇപ്പോൾ നീക്കിയ ശേഷം വാഹനമെല്ലാം തന്നെ ഈ വഴി കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം കളമശ്ശേരിയിൽ ഒരു ഗതാഗത പരിഷ്കരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ച് യു ടേൺ എടുക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ഈ കാണുന്ന സ്ഥലത്താണ് ഈ ടാങ്കർ ലോറി മറിഞ്ഞത്. ടാങ്കർ ലോറി മറിഞ്ഞ ഉടൻ തന്നെ പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും ഇവിടെ എത്തി ആദ്യം അതിന്റെ പരിശോധന നടത്തിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ അത്തരത്തിൽ ചോർച്ചയില്ല എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ടാങ്കർ ഉയർത്തുന്നതിനിടയിലാണ് ഒരു ലീക്കേജ് ഉണ്ടായതെന്ന് മനസ്സിലായി. ഏതാണ്ട് റെഗുലേറ്റർ ഭാഗത്താണ് ലീക്കേജ് ഉണ്ടായത്. അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ഇപ്പോൾ ആ ചോർച്ച പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇനി ക്യാബിനെത്തി പിന്നീട് BPCL കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്ന നടപടിയാവും സ്വീകരിക്കുക. എന്തായാലും ഫയർഫോഴ്സ് ഏലൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റും അതോടൊപ്പം തന്നെ ഇടപ്പള്ളി തൃക്കാക്കര പോലീസും എല്ലാം ഈ സ്ഥലത്തെത്തിയിരുന്നു. അവരും ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആശങ്കയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല. അതെല്ലാം പൂർണ്ണമായി പരിഹരിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ആഷ്മി. ഓക്കെ നിതിൻ, ഓക്കെ. അപ്പോൾ ഈ കൊച്ചി കളമശ്ശേരിയിലാണ് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഇപ്പോൾ ഓക്കെയാണ്. ആദ്യം ഒരു ചെറിയ ഈ വാതകമൊക്കെ ഉള്ളത് കാരണം ഞാൻ ചോരുവോ എന്നൊക്കെയുള്ള ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വാതകം മാറ്റുന്നത് വരെ ഒരു റിസ്ക് ഫാക്ടർ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നിതിൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കൊരു മറ്റൊരു ദുഃഖവാർത്ത കൂടെ മലയാളികളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിനായക വേഷം ചെയ്ത് സിനിമയിൽ തിളങ്ങി നിന്ന നടൻ മേഘനാഥൻ അന്തരിച്ചു. കോഴിക്കോട്ടെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കുറച്ചു ദിവസമായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലം അദ്ദേഹം ചികിത്സയിലായിരുന്നു. 60 വയസ്സായ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. 50-ലധികം മലയാള സിനിമയിൽ അഭിനയിച്ച ഒരു നടനാണ്. അസ്ത്രം എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് നമുക്കറിയാം നിരവധി സിനിമകളിൽ പ്രതിനായക വേഷം ചെയ്ത് അദ്ദേഹത്തെ നമ്മൾ വെറുക്കുന്ന ഒരു തലത്തിലേക്ക് ഒരുപാട് സിനിമകൾ ചെറുതും വലുതുമായ ഒരുപാട് സിനിമകൾ നമുക്ക് അത്രത്തോളം മലയാളികൾക്ക് സുപരിചിതനാണ്. ശ്വാസകോശ രോഗബാധിതനായി ചികിത്സയായിരുന്നു. മിഥില ബാലനാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. മിഥില, എപ്പോഴായിരുന്നു മരണം? ബാക്കി സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ടോ? സിനിമാ മേഖലയിലെ പ്രമുഖർ ബേബി മെമ്മറിലുണ്ടോ ഇതില? ആഷ്മി, ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് മേഘനാഥന്റെ അന്ത്യം സംഭവിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ, ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഈ മാസം 6 മുതൽ അദ്ദേഹം ഇവിടെ ചികിത്സയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ 2 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. അല്പസമയം മുമ്പ് മൃതദേഹം ഷൊർണൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ എത്തിയതിനു ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. അല്പസമയം മുമ്പ് മൃതദേഹം ഇവിടെ നിന്നും ഷൊർണൂരിലേക്ക് കൊണ്ടുപോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിനായക കഥാപാത്രങ്ങളിലൂടെ, വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമായി നിന്ന ഒരു നടനായിരുന്നു മേഘനാഥൻ. ബാലൻ കെ നായരുടെ മകനാണ്. 1983 പുറത്തിറങ്ങിയ അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. ആ സിനിമയിൽ ബാലൻ കെ നായരും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ട മിക്ക സിനിമകളിലും വില്ലൻ കഥാപാത്രങ്ങളിലൂടെ അതായത് കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വെറുപ്പിന്റെ ഒരു കണം നൽകുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു മേഘനാഥന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ അച്ഛൻ കഥാപാത്രം, അത് ഈ പറഞ്ഞ മേഘനാഥന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു. എല്ലാവരെയും കരയിച്ചുകൊണ്ടുള്ള
ഒരു അഭിനയമായിരുന്നു അത്. ആ ഒരു സിനിമയിലെ അഭിനയം മേഘനാഥന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വഴിത്തിരിവായിരുന്നു. വലിയൊരു വിടവ് തന്നെയാണ് മലയാള സിനിമയിൽ ഈ മേഘനാഥന്റെ മരണത്തിലൂടെ സംഭവിച്ചിട്ടുള്ളത്. 2 മണിയോടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടക്കുക. ആഷ്മി, ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഹാഷ്മി, ഒരിടയ്ക്ക് ഒരു 2015 കാലഘട്ടത്തിലാണെന്ന് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നില്ല, പക്ഷെ താൻ അതിനുവേണ്ടി ആരെയും സമീപിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാലയളവ് കൂടി ഉണ്ടായിരുന്നു. എന്തായാലും മലയാളികൾക്ക് നന്നായി അറിയാം, മലയാളികൾക്ക് ആരും എന്തായാലും മേഘനാഥൻ ആരാണ് ഏതാണെന്ന് ചോദിക്കാത്തൊരു നടനാണ്, അത്രത്തോളം സുപരിചിതനായ നടനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ആദരം. സീപ്ലൈൻ പദ്ധതിയിൽ വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ്. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ കുറെ പ്രേക്ഷകർ വന്ന് ഹാജർ വെക്കുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ട്, സുലൈമാൻ അബ്ദുൽ ഖാദർ, സീന മുഹമ്മദ്, ഷെമി സുലൈമാൻ ഒക്കെയുണ്ട്. രാവിലെ ഒരു 5 മണിക്ക് മുമ്പ് നമ്മൾ നോക്കുമ്പോഴേ ഒരു സ്റ്റാമ്പർ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് കുറെ ചൈനീസ് ഭാഷയിൽ കമന്റ് വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ മലയാളി അല്ലാത്ത ഒരാൾ, പക്ഷെ ഇപ്പൊ സ്റ്റാമ്പർ മലയാളത്തിൽ പച്ച മലയാളത്തിൽ കമന്റ് അയച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റാമ്പർ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആളല്ല കേട്ടോ. പിന്നെ നമ്മുടെ മിനി ബാബു ചേച്ചി നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒരുപാട് പേര്, ഷാനു, സുലൈമാൻ അബ്ദുൽ ഖാദർ, മലബാർ വാലി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുണ്ട്, ഷാജി കുണ്ടറ, ശ്രീ ദുർഗ. അപ്പോൾ കമന്റുകൾ ഇങ്ങനെ നമുക്ക് പോകെ വായിക്കാം. നിങ്ങളൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം കേട്ടിട്ടില്ലേ? വായിച്ചിട്ടുണ്ടാവരും ഉണ്ടാവും. അപ്പോൾ അതിൽ പറയുന്ന കുഞ്ഞു ശീലങ്ങൾ കൊണ്ട് നമുക്ക് വലിയ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒരു ടാസ്ക് തരികയാണ്. ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം, ഒന്നുകിൽ ഒരു ചെറിയ ചീത്ത ശീലം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ശീലം തുടങ്ങുന്നു. അല്ലെ ഹാഷ്മി? ഞങ്ങളും നല്ല ശീലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളും ഇതിന് ശേഷം പറയാം ഞങ്ങൾ എന്താണ് തീരുമാനിച്ചതെന്ന്. അതെ, ഇവിടെ നേരം പുലർന്നു വരുന്നുണ്ട്, നേരം പരപര വെളുത്തു വരുന്നുണ്ട്. അപ്പോൾ പരപര വെളുത്തു വരുമ്പോഴേക്കും ഈ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ചുറ്റും നടക്കാൻ എണ്ണുന്ന എണ്ണം ഒരു വലിയ ജനക്കൂട്ടം പോലെ ഒരുപാട് പേർ വരുന്നുണ്ട്, ഒരുപാട് പേർ ഓടുന്നുണ്ട്, ഒരുപാട് പേർ നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കൊച്ചിയിൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രാവിലെ നടക്കാറുള്ള സ്ഥലം ഇതാണ്. ഒരുപാട് സ്പേഷ്യസ് സ്ഥലമുണ്ട്, മാത്രമല്ല ഇത് നല്ല വിസ്തൃതിയുണ്ട്. ഒരു 3-4 റൗണ്ട് നടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വേർത്ത് അല്ലേ, ഒരു ഗംഭീര ബ്രിസ്കായിട്ട് നടന്നു കഴിഞ്ഞാൽ നല്ല ഗംഭീര മോർണിംഗ് വാക്കിന്റെ ഒരു എഫക്റ്റീവ് ഫീലും കിട്ടും. ഒരു സ്പീഡ് കിട്ടാവും, ചുമ്മാ നടന്നിട്ട് കാര്യമില്ല, ഓണ്ട അത് കിടന്നാൽ മതി. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നേരത്തെ സീപ്ലൈനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. സീപ്ലൈൻ പദ്ധതിയിലുള്ള ചില രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ ഉണ്ട്. രാഷ്ട്രീയ തർക്കം എന്ന് പറഞ്ഞാൽ അതിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഓൾറെഡി ഇപ്പോൾ CPM തന്നെ PP ചിത്രരഞ്ജൻ അടക്കമുള്ളവർ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. ഇപ്പോൾ TJ ആഞ്ചലോസ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആശങ്കകൾ അറിയിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ വികസനത്തിന് വിരുദ്ധരല്ല, പക്ഷേ ഇത് ഗുജറാത്തിലടക്കം ഇത് വയബിൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇത് ലാഭകരമല്ല എന്ന് കണ്ടത് ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല തുടങ്ങിയ ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. എന്തായാലും സീപ്ലൈൻ പദ്ധതിയെ പറ്റിയുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാവുന്നുണ്ടല്ലേ? അതെ, അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അഖിൽ ഷാ, വെരി 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 ഗുഡ് മോർണിംഗ്. എപ്പോഴും പറയാറുള്ളതാണ്, ഒരു വികസനം വരുമ്പോൾ മറുവശത്ത് അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആകണമെന്ന അഭിപ്രായം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതുപോലെ ഭരണകക്ഷിയുടെ ഭാഗമായ പാർട്ടിയിൽ നിന്നാണ് ഇത്തരത്തിൽ ജനയുഗത്തിൽ TJ ആഞ്ചലോസിന്റെ ഒരു റൈറ്റപ്പ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിലെ ആവശ്യങ്ങൾ? ഏത് രീതിയിൽ പരിഹരിക്കപ്പെടാനാകുമെന്ന നിർദ്ദേശങ്ങളുണ്ടോ? ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. നമുക്കറിയുന്നത് പോലെ തന്നെ സംസ്ഥാന സർക്കാർ വളരെ അഭിമാനകരമായി തന്നെ കൊണ്ടുവന്നൊരു പദ്ധതി സീപ്ലൈൻ, അത് പൂർണ്ണമായി നടപ്പാക്കുന്നതിന്റെ എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടെയാണ് ഈ ഭരണകക്ഷിയിൽ തന്നെയുള്ള CPI ഇതിനെതിരെ വലിയ വിമർശനം ഉയർത്തിയതിൽ ഏറ്റവും പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ആശങ്ക തുടങ്ങിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ചർച്ചയിലുണ്ട്. CPI അതിനെ എതിർക്കുന്നുമുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ TJ ആഞ്ചലോസിന്റെ CPI നേതാവ് TJ ആഞ്ചലോസിന്റെ ഒരു ലേഖനവും ജനയുഗത്തിൽ ഇന്നിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഗുജറാത്തിലടക്കം ഈ പറയുന്ന സീപ്ലൈൻ പദ്ധതി ഏർപ്പെടുത്തുകയും അത് ലാഭകരമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്തൊരു പദ്ധതിയാണ്. ഏതെങ്കിലും തരത്തിൽ ടൂറിസം മേഖലയുടെ ഉണർവിന് വേണ്ടിയുള്ളൊരു പദ്ധതിയെ CPIയോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോ എതിർക്കുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. പകരം ഇത് അഷ്ടമുടി കായലിലോ അല്ലെങ്കിൽ വേമ്പനാട് കായലിലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡോം ഉണ്ടാക്കുന്ന സമയത്ത് ആ പ്രദേശത്താകെ മത്സ്യബന്ധനം നിരോധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതോടൊപ്പം തന്നെ ഇത് കാരണമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ CPI ഇത് വേമ്പനാട് കായലിലും അതുപോലെ തന്നെ അഷ്ടമുടി കായലിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് നടത്തുന്നതിനെ എതിർക്കുന്നുണ്ട്. അത് ഇനിയും തുടരും. ആ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ള കാര്യവും
ഈ ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറിച്ച് ഈ പറയുന്ന മാട്ടുപ്പെട്ടി ഡാമിലേക്കും അതുപോലെ തന്നെ ടൂറിസം രംഗത്തെ മറ്റേതെങ്കിലും വനപ്രദേശങ്ങളിലൊക്കെ ഈ പദ്ധതി നടത്തുന്നതിനെ ഒരു തരത്തിലും അതിനെ എതിർക്കുന്നില്ല എന്നുള്ള കാര്യവും, തൊഴിലാളികൾ അതിനെ എതിർക്കുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കമന്റ്സ് പറയുന്നുണ്ട്. മിൻചേച്ചി പറയാണ് ഇഡ്ഡലിയുടെയും മുട്ടക്കറിയുടെയും സാമ്പാറിന്റെയും വേണം. അപ്പൊ ഇഡ്ഡലി മുട്ടക്കറിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇഡലി മുട്ടക്കറി ഒന്നും ചേരില്ല. ഇഡലിയുടെ കൂടെ ചേരുന്നത് ചേരുന്നത് ഞാൻ അത് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്താണ്. പക്ഷേ ആ ചേച്ചി പറയുന്നത് ഹാഷ്മിക്ക് അത് വേണം. ചേച്ചി അതായത് ഉണ്ടാക്കുന്ന ഇടിയപ്പവും മുട്ടക്കറി. ഇടിമുട്ടക്കറി സൂപ്പർ. ഇഡലിയുടെ പക്ഷേ മുട്ടക്കറി വേറെ ഒന്നിനെ പറ്റി ആലോചിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇഡലിയെ പറ്റി ആലോചിക്കേണ്ടത് നല്ല ചട്നിയും നല്ല സാമ്പാറും മാത്രം ഇഡലിയെ പറ്റി ആലോചിക്കുക. ഇഡലിയുടെ കൂടെ വേറെ ഒരു കോമ്പിനേഷനെ പറ്റി ആലോചിക്കുന്നതിനോട് ഞാൻ എന്റെ കടുത്ത വിയോജിപ്പ് അറിയിക്കുകയാണ്. ഇഡലിയും ബീഫും നല്ല കോമ്പിനേഷൻ നമ്മുടെ PCR സനു പറയുന്നുണ്ട്. ഞാൻ അതിനോട് പക്ഷേ വ്യക്തിപരമായി ഞാൻ വിയോജിക്കുകയാണ്. ഇഡലിയുടെ കൂടെ സാമ്പാറും നല്ല ചട്നിയും പറ്റിയ നല്ല മുരിഞ്ഞൊരു വട, നല്ല മുരിഞ്ഞ വട. ഭരണഘടനാപരമായി സനൂപിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് യോജിക്കുന്നു. പക്ഷെ അങ്ങനെ പൊറോട്ടയും ബീഫ് ആവാലോ, ഇഡലിയോട് ബീഫ് ചേർക്കണോ? മഞ്ഞപ്പട എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഈ സ്റ്റേഡിയം മഞ്ഞപ്പടയുടെ തറവാട് കൂടിയാണ്. മഞ്ഞപ്പടയുടെ ഹോം ഗ്രൗണ്ടാണ്. അതിന്റെ VVIP എൻട്രിയുടെ അത് കാണുന്നുണ്ട്. നമ്മുടെ മഞ്ഞപ്പടയുടെ കരുത്തന്മാരായ നേതാക്കന്മാർ, ധീരന്മാർ അങ്ങനെ അണിനിരന്ന് നിൽക്കുന്ന വലിയ ഫ്ലക്സ് ബോർഡ് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ചെറിയ കടമ വാക്കുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനൻ ഫുട്ബോൾ AFA ഇങ്ങോട്ടേക്കൊന്ന് വരണം, ഇങ്ങോട്ടേക്കൊന്ന് വന്ന് നമ്മുടെ സ്റ്റേഡിയം കണ്ടൊന്ന് ബോധ്യപ്പെടണം എന്നൊരു കടമയുണ്ട്. പക്ഷേ നമ്മൾ പോയി കണ്ടു, സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു, വരാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. അപ്പോൾ അവർ വന്ന് അപ്പോൾ ആ കടമ്പ കൂടി കടക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഇഷ്ടം പിന്നെ മെസ്സി ഇഷ്ടമല്ലാതെ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല, ചിലരുണ്ടാവാം. പക്ഷെ എന്നാലും മെസ്സി ഫാൻസ് ആയ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കേട്ടപ്പോ തൊട്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇവിടെ സുൽത്താൻ എന്ന പ്രശ്നം പറയുന്നുണ്ട്. ഇഡലിയും സാമ്പാറും ചട്നിയും മുരിങ്ങ വടയും ഒരു വലിയ പപ്പടവും. എനിക്ക് പക്ഷേ മുരിങ്ങ വട എന്താണെന്ന് സുൽത്താൻ തന്നെ പറയണം, അല്ലെങ്കിൽ അറിയാവുന്ന പറഞ്ഞു തരണം. പത്തിരിയും വെജിറ്റബിൾ കുറുമയും എങ്ങനെയുണ്ട് ആഷ്മി ചോദിക്കുന്നു സുഹൈല. എന്ന് നമ്മൾ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഇവിടെ രാവിലെ ഇഡലിയുടെയും പത്തിരിയുടെയും കാര്യം പറഞ്ഞ് രാവിലെ നടക്കാൻ ഇറങ്ങുന്നതിനെ കൂടി ഇന്ന് നടക്കട്ടെ, ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാവാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയായി പോയി. അപ്പൊ നമുക്ക് വൈകി നിർത്താം. അല്ലേ, അവിടെ ഫിറ്റ് ആൻഡ് ഫ്യൂറി എന്നൊക്കെ കട കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്പോർട്സുമായി ഒരുപാട് ഈ ചുറ്റുമുള്ള കടകളിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട അവിടെ ഒരു ആർച്ചറി അമ്പും വില്ലും കിട്ടുന്ന എന്ന് പറഞ്ഞാൽ മറ്റേ കായിക ഇനത്തിനുള്ള അമ്പും വില്ലും കിട്ടുന്ന ഒരു കട കണ്ടായിരുന്നു. അതായത് ഇവിടെ ഫിറ്റ് ആൻഡ് ഫ്യൂറി എന്ന് പറഞ്ഞ ജിമ്മിലോട്ട് ആവശ്യമുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആൻഡ് ഫിറ്റ്നസ് ആക്സസറി കിട്ടുന്ന കടയുണ്ട്. എനിക്കൊന്ന് ഇവിടെ ഈ കൂട്ടത്തിൽ കുറേ അധികം സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറേ അധികം കടകൾ കാണാനുണ്ട്. അതെ, നമുക്ക് പാലക്കാടേക്ക് പറഞ്ഞിട്ടാണ് ബ്രേക്ക് എടുത്തത്. ഇനി കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ. കേരളപ്പോര് പവേർഡ് ബൈ KLM Maxima ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. അപ്പോൾ വയനാടിനും ചേലക്കരയ്ക്കും പിന്നാലെ പാലക്കാട് വിധി എഴുതി. പാലക്കാടിന്റെ വിധിയെഴുത്ത് പക്ഷേ ആർക്കും സമാധാനം കൊടുക്കുന്ന ഒരു വിധിയെഴുത്തായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് സമാധാനമാണ്, അതല്ലാതെ മുന്നണികൾക്ക് ആശങ്ക ഒഴിഞ്ഞ ആധി ഒഴിഞ്ഞ ഒരു വിധിയെഴുത്തായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് പാലക്കാട് എന്നറിയാത്ത ചങ്കെടുപ്പിന്റെ മണിക്കൂറുകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇന്നലെ ആ വിധിയെഴുത്ത് പൂർത്തിയായത്. ഒരുപക്ഷെ ഇന്നൊക്കെ ആകുമ്പോഴേക്കാണ് അതിന്റെ ഫൈനൽ പോളിംഗ് പെർസെന്റിന് കണക്ക് വരികയുള്ളൂ. വന്ന പോളിംഗ് പെർസെന്റ് കണക്കാവട്ടെ മുന്നണികൾക്ക് ആശ്വാസം നൽകുന്നതല്ല. അതെ, അപ്പോൾ ഇനി ശനിയാഴ്ച വരെ രാഷ്ട്രീയ കണക്കെടുപ്പിന്റെ ദിവസങ്ങളാണ്. ഫുൾക്കുലേറ്ററും കാൽക്കുലേറ്ററും ഒക്കെ ഉപയോഗിച്ച് കണക്കുകൾ കൂട്ടുന്ന സമയം. വയനാട് മാറ്റി നിർത്തിയാൽ ചേലക്കരയുടെയും പാലക്കാടിന്റെയും തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന ആശങ്ക മൂന്ന് മുന്നണികൾക്കുമുണ്ട്. പാലക്കാട് സാക്ഷ്യം വഹിച്ച രാഷ്ട്രീയ നാടകങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവമായി തന്നെ തുടരാനാണ് സാധ്യത. വിവാദങ്ങൾക്കും പ്രചാരണ തന്ത്രങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കുമെല്ലാം തൽക്കാലം വിട. ഇനി ബലം കാത്ത് രാഷ്ട്രീയ കേരളം. ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ ആദ്യ ബലസൂചനകൾ ലഭിച്ചു തുടങ്ങും. മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പാലക്കാട് നിലനിർത്തിയാൽ VD സതീശൻ KC വേണുഗോപാൽ ഗ്രൂപ്പ് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തി കേന്ദ്രമായി കോൺഗ്രസിൽ മാറും. ഫലം മറിച്ചാണെങ്കിൽ ശക്തമായ എതിർനീക്കങ്ങൾ VD KC ഗ്രൂപ്പ് നേരിടേണ്ടി വരും. LDFനായാലും BJPക്കായാലും പാലക്കാട് വിജയിക്കാനായാൽ അത് സ്വപ്ന നേട്ടമാണ്.
പാർട്ടി സമ്മേളന കാലമായതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടാൽ CPIM നേതൃത്വം രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വരും. തോറ്റാൽ BJPയിൽ കെ സുരേന്ദ്രന്റെ പ്രസിഡന്റ് സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പാലക്കാട് ആര് ജയിക്കുമെന്നതുപോലെ തന്നെ നിർണായകമാകും ആര് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നതും. ചേലക്കരയിൽ കനത്ത പോരാട്ടമാണ് LDFും UDFും തമ്മിൽ നടത്തിയത്. വലിയ ഭൂരിപക്ഷം ചേലക്കരയിൽ ഇരുമുന്നണികളും അവകാശപ്പെടുന്നുമില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷയൊന്നും ആർക്കുമില്ല. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഭൂരിപക്ഷം കുറച്ചേക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. രാഷ്ട്രീയ മാറ്റം സരിനാണോ സന്ദീപ് വാര്യർക്കാണോ ഗുണം ചെയ്യുക എന്നതും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൗതുകമായ ബാക്കി പത്രമാകും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ പോളിംഗ് ശതമാനം അതിൻ്റെ ഒരു ഫൈനൽ കണക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പോസ്റ്റൽ വോട്ടുകളുടെയൊക്കെ ഒരു ഫൈനൽ കണക്കൂടി വന്നാൽ പോലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എന്തായാലും എത്തില്ല. മുന്നണികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ വോട്ട് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നും വോട്ട് വന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള വിശദമായ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഇന്ന് തുടങ്ങാൻ പോകുന്നു. എന്തായാലും 3 പേരും പുറത്തു പറയുന്നത് ഞങ്ങളുടെ സ്ഥാനത്ത് ജയിക്കും. ഏറ്റവും ആദ്യം പറഞ്ഞത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് പിന്നാലെ LDFിന്റെ വാർത്താ സമ്മേളനം. EN സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി ജയിക്കുമെന്ന് അവകാശപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ഞങ്ങൾ ജയിക്കും എന്ന് അവകാശപ്പെടുന്നു. 12,000 വോട്ടുകൾ ഞങ്ങൾ ജയിക്കും എന്ന് അവകാശപ്പെടുന്നു, 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. അപ്പം 3 പേരും ഇനി 23-ാം തീയതി വോട്ടെണ്ണി തുടങ്ങും വരെ 3 പേരും ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ശീലമാണ്. അപ്പോൾ ശ്രീകുമാരൻ ചേരുന്നുണ്ട് പാലക്കാട്. ശ്രീത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏതൊക്കെ മുന്നണികൾക്കാണ് ഇന്ന് മോർണിംഗ് ഗുഡ് എന്ന കാര്യം അറിയില്ല. ഇനിയിപ്പോൾ തലപോക്കലല്ലേ, ഇന്നും നാളെയും ആഞ്ഞ് തലപോക്കലല്ലേ, എന്താ സംഭവിച്ചത് എന്നുള്ള ആലോചനയിൽ മുന്നണികൾ. ശ്രീത്. തീർച്ചയായും ഹാഷ്മി, അങ്ങനെ 23 എന്ന് പറഞ്ഞൊന്നും നീട്ടല്ലേ ഹാഷ്മി. മറ്റന്നാൾ അത്ര അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഈ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുന്തോറും ആ ഒരു ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ്. മുന്നണികളെ പോലെ തന്നെ നമുക്കും ആരാണ് എത്ര ശതമാനമാണ് കണക്ക് എന്നൊക്കെ അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഒക്കെ തന്നെ പുറത്തു വരും ഒരു ശതമാന കണക്ക്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണാടിയിലായിരുന്നു, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നത് കണ്ണാടിയിൽ. പക്ഷേ കാര്യമായ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും കണ്ണാടി CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഞാൻ നേരത്തെ ഇപ്പോഴും സൂചിപ്പിക്കുന്നത് ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിലിനോടും സ്നേഹം കാണിച്ച പഞ്ചായത്താണ്. മാത്തൂരും സമാനമായ രീതിയിലാണ്. പാലക്കാട് നഗരത്തിലെ പല പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ, അതായത് BJPയുടെ പല ശക്തി കേന്ദ്രങ്ങളിലും പോളിംഗ് കുറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് മൂത്താന്തറ ആയിക്കോട്ടെ മറ്റു മേഖലകളായിക്കോട്ടെ ചില പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക ഇപ്പോൾ തന്നെ 3 മുന്നണികൾക്കും നിലവിലുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടി VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. UDFിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ആ മാധ്യമങ്ങളെ കാണുന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി വലിയ അവകാശവാദം ഒക്കെ ഉന്നയിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ആ ഒരു വാർത്താ സമ്മേളനം എന്ന് കരുതുന്നു. CPMന്റെ നേതാക്കൾ MB രാജേഷ് അടക്കമുള്ള ആളുകൾ MB രാജേഷ് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. മറ്റു നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരും മാധ്യമങ്ങളെ കണ്ടേക്കും. അത് EN സുരേഷ് ബാബു ആയിക്കോട്ടെ, N കൃഷ്ണദാസ് ആയിക്കോട്ടെ, അവരും മാധ്യമങ്ങളെ കണ്ടേക്കും. അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും മാധ്യമങ്ങളിൽ നിന്ന് കണ്ടേക്കും. എന്തായാലും ആശങ്കയുണ്ട്, അതിനൊപ്പം നെഞ്ചിരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റന്നാൾ അങ്ങനെ പറഞ്ഞാൽ മതി, ഒരു ദിവസം കൂടിയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നമ്മൾ കണക്കിൽ കൂട്ടുന്നതേയില്ല. സ്ഥാനാർത്ഥികളുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. അതെ, എന്തായാലും മറ്റന്നാൾ പോലും പറയണ്ട, ഏതാനും മണിക്കൂറുകൾ എന്ന് വേണം ഉറപ്പായിട്ടും പറയാം. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തെ ബാക്കിയുള്ള 12 മണിക്കൂർ, പിന്നെ 24 മണിക്കൂർ, അത് മാത്രമേ ബാക്കിയുള്ളൂ. ഫാക്ടറും സരിൻ ഫാക്ടറും ഒക്കെ ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക? ഇപ്പൊ ഈ പറയുന്ന കണക്കുകൾ നോക്കുന്ന തിരക്കിലാണ് മുന്നണികൾ. സ്വാഭാവികമായും ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കനുകൂലമായി, എന്നാൽ ഏത് മുന്നണിക്കാണോ നമുക്ക് ജയിക്കാൻ ആവശ്യമായ കണക്കുകൾ, ആ കണക്കിലേക്കേ മുന്നണികളുടെ കണക്ക് അവരെങ്ങനെയൊക്കെ നോക്കിയാലും അവർ പരാജയപ്പെടുന്ന ഒരു പോസിബിലിറ്റിയിലേക്ക് അവരുടെ കണ്ണുകൾ ആ കണക്കിലേക്ക് പോവില്ല. അതിനെ കുറ്റം പറയാൻ പറ്റില്ല, അത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കോൺഫിഡൻസിൻ്റെ കണക്കുകൾ മാത്രമേ അവർ നോക്കുകയുള്ളൂ, ആ കോൺഫിഡൻസിൻ്റെ കണക്കുകൾ മാത്രമേ അവർ പറയുകയുള്ളൂ. അപ്പോൾ ഇന്നും നാളെയും കൂടെ അവർ ആ കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് 23-ാം തീയതി സാക്ഷാൽ കണക്ക് വരുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ പാലക്കാട് ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ആരെയാണ് എന്നറിയാനും കഴിയുകയുള്ളൂ, അല്ലേ? അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിവാദ പരസ്യം വന്നിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ LDFിന്റെ വിവാദ പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ നടപടി സ്വീകരിക്കാനിരിക്കുകയാണ് സുപ്രഭാതം മാനേജ്മെന്റ്. പരസ്യം നൽകിയതിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ അമ്പലക്കടവ് പറയുന്നു. പരസ്യം തള്ളി സംസ്ഥാന നേതൃത്വം നേരത്തെ രംഗത്തെത്തിയിരുന്നു. BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടുത്തിയായിരുന്നു സുപ്രഭാതത്തിന്റെ പാലക്കാട് എഡിഷനിൽ LDF പരസ്യം നൽകിയത്.
സമസ്ത നേതൃത്വം അതിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അതിൻ്റെ പത്ര മാനേജ്മെൻറ്റ് ആ പരസ്യത്തിൽ നിലപാട് പറയുമെന്ന് സമസ്ത പറഞ്ഞു. ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിലൂടെ ഈ അമ്പലക്കടവ് ആ നിലപാട് വ്യക്തമാക്കിയത്. നിലപാട് വ്യക്തമാക്കാൻ വോട്ടെടുപ്പ് കഴിയാൻ കാത്തിരിക്കണമായിരുന്നോ എന്ന ഒരു രാഷ്ട്രീയ ചോദ്യം ഉറപ്പായും ഈ മണിക്കൂറുകളിൽ സജീവമാവുക തന്നെ ചെയ്യും. തിരികെ അപ്പോൾ ഇവിടെ നമ്മൾ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ പ്രാന്തപ്രദേശത്താണ്. ഒരുപാട് പേർ നടക്കാൻ വരുന്നു.